Hello dears, welcome to the class. Today we are going to discuss about our 7th unit, Know the Directions, Know Our Homeland. ദിക്കറിയാം നാടറിയാം. Okay, let's start our class. ഒരു അമ്മയും മകളും യാത്ര പോവുകയാണ്, കണ്ടില്ലേ? Daughter, I think we have lost our way. മോളെ, നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ. Shall we check the GPS, mom? അപ്പോൾ കുട്ടി പറയാണ്, നമുക്ക് GPS നോക്കിയാലോ അമ്മയെന്ന്. You might have noticed the use of GPS, Global Positioning System, to find the way while traveling. യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ GPS എന്നാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS is a satellite-based system that provides users with information about their location and time. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയ സ്ഥാനം, സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ ആ തത്സമയം, എവിടെയാണ് നമ്മുടെ സ്ഥാനം, അതുപോലെ തന്നെ സമയം എന്നിവയൊക്കെ അറിയാനായിട്ട് ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. What were the methods we used to find the routes before GPS came into use? GPS നിലവിൽ വരും മുമ്പ് വഴിയറിയാൻ നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം? അപ്പോൾ പണ്ട് കാലത്തുള്ളവർ GPS ഉപയോഗിച്ചിട്ടാണോ യാത്ര പോയിരുന്നത്? അല്ലേ, GPS ഒക്കെ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനു മുൻപ് എങ്ങനെയാണ് അവർ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരുന്നത്? ബൈ ആസ്കിങ് അതേഴ്സ്, മറ്റുള്ളവരോട് ചോദിച്ച്. മാപ്സ്, ഭൂപടം, മാപ്പുകൾ നോക്കി. റോഡ് സൈൻസ്, റോഡിലുള്ള സൈനുകളും അതുപോലെ തന്നെ സ്ഥലപ്പേരുകളുമൊക്കെ നോക്കിയിട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ബിഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോഡേൺ സിസ്റ്റംസ് we depended on directions in order to find out routes and to determine the location. പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരും മുമ്പ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണ്ണയിക്കാനും ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നത്. അപ്പോൾ പഴയ കാലത്ത് നമ്മളെങ്ങനെയാണ് വഴി കണ്ടെത്താനും അതുപോലെ തന്നെ സ്ഥാനം നിർണ്ണയിക്കാനുമൊക്കെ ദിക്കുകളെയാണ് ആശ്രയിച്ചിരുന്നത്. Which are the different directions that you know? നിങ്ങൾക്ക് അറിയുന്ന ഡയറക്ഷൻസ്, ദിക്കുകൾ ഏതൊക്കെയാണ്? ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, നോർത്ത് വടക്ക്, സൗത്ത് തെക്ക്, ഇതൊക്കെയാണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ? ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? ഒബ്സർവിങ് ദ പൊസിഷൻ ഓഫ് ദ സൺ, സൂര്യൻ്റെ സ്ഥാനം നോക്കി. ഒബ്സർവിങ് ഷാഡോസ്, നിഴൽ നോക്കി. ഒബ്സർവിങ് സർട്ടൺ സ്റ്റാർസ്, ചില നക്ഷത്രങ്ങളെ നോക്കി. കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം നോക്കി. മാപ്പ്, ഭൂപടം നോക്കി. ലെറ്റ് us see how Ahana finds the directions based on the position of the rising sun. അഹാന ഉദയസൂര്യനെ അടിസ്ഥാനമാക്കി ദിക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കൂ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാണ് അല്ലേ, ഈസ്റ്റ്. കണ്ടില്ലേ, അഹാന അങ്ങോട്ടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അഹാന നോക്കുന്നത് കിഴക്കോട്ടാണ് എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ അഹാന ഈസ്റ്റ് ഭാഗത്തേക്കാണ് നോക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ സൺ അപ്പിയർ ടു റൈസ്? സൂര്യൻ എവിടെയാണ് കാണപ്പെടുന്നത്, എവിടെയാണ് ഉദിക്കുന്നത്? ഈസ്റ്റ്, കിഴക്ക് ഭാഗത്ത് അല്ലേ? ടു വിച്ച് ഡയറക്ഷൻ ഈസ് അഹാന ഫേസിങ്? അഹാന ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കി നിൽക്കുന്നത്? ഈസ്റ്റ് അല്ലേ? വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അങ്ങനെയാണെങ്കിൽ അഹാനയുടെ പിൻഭാഗം ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ്, നോക്കി നിൽക്കുന്നത് ഈസ്റ്റിലേക്കാണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, വെസ്റ്റ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അങ്ങനെയാണെങ്കിൽ അഹാനയുടെ ലെഫ്റ്റ് സൈഡ് ഏത് ഡയറക്ഷനാണ്? നോർത്ത്, വടക്ക്. ദെൻ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓൺ ഹെർ റൈറ്റ് സൈഡ്?
അങ്ങനെയാണെങ്കിൽ വലതുഭാഗം എവിടെയാണ്? സൗത്ത്, തെക്ക് ഭാഗം. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡയറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്? സൂര്യനെ കാണാത്ത സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണക്കാക്കുന്നത്? ദ പോൾ സ്റ്റാർ Polaris is used to find direction because it sits almost directly above Earth's north pole. സൂര്യനെ കാണാത്ത രാത്രി സമയങ്ങളിൽ ധ്രുവ നക്ഷത്രം നോക്കാം. അതെപ്പോഴും വടക്കു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. മാഗ്നറ്റിക് കോമ്പസ്. Magnetic compass is an instrument used to find out the directions. വടക്കു നോക്കി യന്ത്രം. ദിക്കറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. There is a magnetic needle in the center of the compass. This needle always points in the north-south direction. വടക്കു നോക്കി യന്ത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു കാന്തസൂചിയുണ്ട്. ഈ സൂചി വടക്കു തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. The specifically marked tip of the needle indicates the north direction. ഈ സൂചിയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത്. കണ്ടില്ലേ, ചുവപ്പ് നിറത്തിലുള്ളതാണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത്. വെസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈസ്റ്റ്. എന്നാൽ ചില സമയങ്ങളിൽ ഈസ്റ്റുമല്ല നോർത്തുമല്ല, കുറച്ച് കോർണറായിട്ട് കാണുന്നതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഈസ്റ്റ് അല്ല, എന്നാൽ നോർത്തുമല്ല, അതിന് ഇടയിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിൽ വരുന്നതാണ് സൗത്ത് ഈസ്റ്റ്. അതുപോലെ തന്നെയാണ് വെസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലായിട്ട് വരുമ്പോൾ, കോർണറിൽ വരുമ്പോൾ സൗത്ത് വെസ്റ്റ് എന്നും, വെസ്റ്റിൻ്റെയും നോർത്തിൻ്റെയും ഇടയിലായിട്ട് കണ്ടില്ലേ, അവിടെ വരുമ്പോൾ നോർത്ത് വെസ്റ്റ് എന്നും പറയുന്നു. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിരിക്കണം. ഷാൽ വി ഹെൽപ്പ് റഹാൻ ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ് യൂസിങ് എ കോമ്പസ്? ഒരു കോമ്പസ് ഉപയോഗിച്ച് ഡയറക്ഷൻ കണക്കാക്കാൻ റഹാനെ ഹെൽപ്പ് ചെയ്യാമോ? ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ടുവേർഡ്സ് വിച്ച് റഹാൻ ഈസ് ഫേസിങ്. ഏത് ഡയറക്ഷനിലേക്കാണ് റഹാൻ ഇപ്പോൾ നോക്കുന്നത്? റഹാൻ്റെ കയ്യിലുള്ള കോമ്പസ് കാണിക്കുന്നത് റഹാൻ നിൽക്കുന്ന ആ ഒരു സൈഡ് നോർത്താണ്. അപ്പോൾ റഹാൻ നോക്കുന്നത് സൗത്തിലേക്കാണ്, തെക്ക് ഭാഗത്തേക്കാണ്. When we observe the needle in the compass which Rahan holds, it can be seen that he is facing the south. Which is the direction on Rahan's left side? അങ്ങനെയാണെങ്കിൽ റഹാൻ്റെ ലെഫ്റ്റ് സൈഡ് എവിടെയായിരിക്കും? നെയിം ദ ഡയറക്ഷൻ ഓൺ റഹാൻസ് റൈറ്റ് സൈഡ്. റഹാൻ്റെ റൈറ്റ് സൈഡ് എവിടെയാണ്? അപ്പോൾ റഹാൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റുമാണ്. Likewise, try to find out the directions of your classroom using a compass. അപ്പോൾ ഒരു കോമ്പസ് ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡയറക്ഷൻ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ബ്ലാക്ക് ബോർഡ് ഇൻ ദ ക്ലാസ് റൂം? ബ്ലാക്ക് ബോർഡ് ഏത് ഡയറക്ഷനിലാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം? അതുപോലെ തന്നെ ഡോർ ഏത് ഡയറക്ഷനിലാണ്? ഇൻ വിച്ച് ഡയറക്ഷൻസ് ആർ ദ വിൻഡോസ് ഓഫ് ദ ക്ലാസ് റൂം? വിൻഡോസ് ഏത് ഡയറക്ഷനിലാണ്? അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ഓരോരുത്തരുടെയും ക്ലാസ് റൂം വ്യത്യസ്തമായിരിക്കും അല്ലേ, ഡയറക്ഷൻ വ്യത്യസ്തമായിരിക്കും. ലെറ്റ് us മാർക്ക് ദ ഡയറക്ഷൻസ്. We have already found out the directions of different objects in our classroom. Let us draw a sketch of the classroom. How are the directions marked when you make a sketch? ദിക്കുകൾ അടയാളപ്പെടുത്താം. ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തിയല്ലോ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദിക്കുകൾ കണ്ടെത്തി അല്ലേ, ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൽ ദിക്കുകൾ എങ്ങനെ രേഖപ്പെടുത്താം? സ്റ്റാൻഡ് ഫേസിംഗ് ദ നോർത്ത്. Place the paper in north south direction and mark all the 4 directions. While drawing the sketch on paper, mark the north on the top side of the paper, south on the bottom side, east on the right side and west on the left side.
The directions should be marked using the given symbol. വടക്കിന് അഭിമുഖമായി നിന്ന ശേഷം പേപ്പർ വടക്കു തെക്കായി വെച്ച് 4 ദിക്കുകളും അടയാളപ്പെടുത്തുക. പേപ്പറിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൻ്റെ മുകൾ വശം വടക്ക്, താഴ്വശം തെക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ദിക്കുകളും അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് ദിക്കുകൾ സൂചിപ്പിക്കണം. പേപ്പർ വടക്കു തെക്കായി വെച്ച് 4 ദിക്കുകളും അടയാളപ്പെടുത്തണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരിക? പേപ്പറിൽ മുകൾ വശത്ത് വടക്ക്, അതുപോലെ തന്നെ താഴ്ഭാഗത്താണ് തെക്ക് വരുന്നത്, വലതുഭാഗം കിഴക്ക്, ഇടതുഭാഗം പടിഞ്ഞാറ്. ഇങ്ങനെയാണ് 4 ദിക്കുകൾ വരിക. ഇനി ഈ തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് വേണം ദിക്കുകൾ സൂചിപ്പിക്കാനായിട്ട്. Represent the objects in the classroom using the symbols given below. Blackboard, window, door, desk, bench. ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കൂ. അപ്പോൾ മനസ്സിലാക്കാനാണ്, കണ്ടില്ലേ, ബ്ലാക്ക് ബോർഡിൻ്റെ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനൽ, പിന്നെ കതക്, വാതിൽ കണ്ടില്ലേ, ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ സൂചിപ്പിക്കാനുള്ള ചിഹ്നങ്ങളാണ് തന്നിരിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ട്രീ ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ, ലൈബ്രറി, പിന്നെ ഗ്രോസറി ഷോപ്പുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അഹാനാസ് ഹൗസ്, റഹാൻസ് ഹൗസ്, ഹോസ്പിറ്റൽ, ഇതൊക്കെയാണുള്ളത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ എബവ് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ലൈബ്രറി? ചിത്രം നിരീക്ഷിക്കൂ. സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി? സൗത്ത്, തെക്ക് ഭാഗത്തായിട്ടാണ് ലൈബ്രറി വരുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി? അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി? വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്താണ് ലൈബ്രറി. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസസ്? അഹാനയുടെയും റഹാൻ്റെയും വീട്ടിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ പോയാലാണ് ഹോസ്പിറ്റൽ? ഈസ്റ്റ്, കിഴക്ക്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് റഹാൻസ് ഹൗസ് ഈസ് ദ സ്കൂൾ? റഹാൻ്റെ ഹൗസിൽ നിന്നും ഏതു ഡയറക്ഷനിലാണ് സ്കൂളുള്ളത്? നോർത്ത്, വടക്ക്, മുകളിലാണ് അല്ലേ? ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ഹോസ്പിറ്റൽ? ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓൺ ദ ഈസ്റ്റ്? സ്കൂളിൻ്റെ ഏതു ദിശയിലാണ് ആശുപത്രി? നേരെ കിഴക്കു തന്നെയാണോ? സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടല്ല വന്നിരിക്കുന്നത്, ഈസ്റ്റിലല്ല വരുന്നത്, ഒരു കോർണറിലായിട്ടാണ് അല്ലേ? സൗത്തുമല്ല ഈസ്റ്റുമല്ല, എവിടെയാണ്? ഒരു കോർണറിലാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് ഓഫ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭൂപടം കണ്ടില്ലേ? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം മാപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡറായിട്ട് വരുന്നത് മൈസൂർ, കർണാടക, അതുപോലെ തന്നെ മറ്റൊന്ന് സുൽത്താൻ ബത്തേരി, പിന്നെ നീലഗിരി, തമിഴ്നാട്, നെന്മേനി, ഇതൊക്കെയാണ് വരുന്നത്. ഇനി സ്റ്റേറ്റ് ബൗണ്ടറിക്കാണ് തിക്കായിട്ടുള്ളൊരു ലൈൻ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡ് ബൗണ്ടറിക്കാണ് തിന്നായിട്ടുള്ളത്. പിന്നെ പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, റിവർ, പാഡി ഫീൽഡ്, സ്കൂൾ, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, പ്ലേ ഗ്രൗണ്ട്, പോണ്ട്, ഫോറസ്റ്റ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഏതാണ് മാപ്പിലുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ. Let us observe the map of Noolpuzha, the Grama Panchayat in Kerala, which shares its border with both Tamil Nadu and Karnataka. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം. There are 17 wards in നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായും അതുപോലെ തന്നെ കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്താണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളുണ്ട്. എത്ര വാർഡുകളാണുള്ളത്? 17 വാർഡുകളാണ് ഉള്ളത്. വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾസ്? ഏതൊക്കെ വാർഡിലാണ് സ്കൂളുള്ളത്? 6, 8, 10,
14, 16, 17 ഇതിലൊക്കെയാണ്. വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് പാഡി കൾട്ടിവേഷൻ? കൃഷിയുള്ളത് എവിടെയൊക്കെയാണ്? 1, 13, 15. ഇൻ വിച്ച് വാർഡ് ഈസ് ദ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്? ഹോസ്പിറ്റൽ ഉള്ളത് 5-ാം വാർഡിലാണ്. വിച്ച് ആർ ദ വാർഡ്സ് ത്രൂ ദ റിവർ ഫ്ലോസ്? റിവർ നദി ഒഴുകുന്നത് ഏതെല്ലാം വാർഡുകളിലൂടെയാണ്? 6, 7, 8, 9, 10, 14, 15, 16. ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ മാപ്പ് വാട്ട് ഹെൽപ്ഡ് us ടു ഫൈൻഡ് ഔട്ട് ദ സ്കൂൾ ആൻഡ് പാഡി ഫീൽഡ്സ്? ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് സ്കൂളും പാഡി ഫീൽഡും ഒക്കെ കണ്ടെത്താൻ സഹായിച്ചത് എന്താണ്? ഇൻഡെക്സ്. There are signs and symbols to mark buildings, water bodies, modes of transport, agricultural resources, forest and wildlife sanctuary in a map. These are known as index of a map. കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങളുണ്ട്. ഇതിനെ ഇൻഡെക്സ് എന്ന് പറയുന്നു. എക്സാമിൻ ദ മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാർഡ്. ഓരോ വാർഡിൻ്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണ് എന്ന് മാപ്പ് നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാർഡ് 1-ൽ എന്തൊക്കെയാണുള്ളത്? പാഡി ഫീൽഡ്സ്, ഫോറസ്റ്റ് ഏരിയാസ്, കൃഷിസ്ഥലങ്ങളും അതുപോലെ തന്നെ കാടും. അപ്പോൾ വാർഡ് 1-ൽ എന്തൊക്കെയാണുള്ളത്? നെൽവയലുണ്ട്, അതുപോലെ തന്നെ വനപ്രദേശമുണ്ട്. ഇനി വാർഡ് 2-ലോ? നെക്സ്റ്റ് പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ്. 3rd വാർഡിൽ പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ്. 4th പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ്. 5th പഞ്ചായത്ത് റോഡ്, ഹോസ്പിറ്റൽ, ഫോറസ്റ്റ്. 6th വാർഡിൽ പഞ്ചായത്ത് റോഡ്, സ്കൂൾ, റിവർ, നാഷണൽ ഹൈവേ. 7 പഞ്ചായത്ത് റോഡ്, റിവർ, നാഷണൽ ഹൈവേ, ഫോറസ്റ്റ്. 8 പഞ്ചായത്ത് റോഡ്, സ്കൂൾ, നാഷണൽ ഹൈവേ, ഫോറസ്റ്റ്. 9 പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, റിവർ, ഫോറസ്റ്റ്. നെക്സ്റ്റ് പഞ്ചായത്ത് റോഡ്, സ്കൂൾ, റിവർ, ഫോറസ്റ്റ്. 11 പഞ്ചായത്ത് റോഡ്, 12 പഞ്ചായത്ത് റോഡ്, 13 പഞ്ചായത്ത് റോഡ്, പാഡി ഫീൽഡ്സ്. 14 പഞ്ചായത്ത് റോഡ്, സ്കൂൾ, നാഷണൽ ഹൈവേ, റിവർ. 15 പഞ്ചായത്ത് റോഡ്, പാഡി ഫീൽഡ്സ്, റിവർ. 16 പഞ്ചായത്ത് റോഡ്, സ്കൂൾ, റിവർ, നാഷണൽ ഹൈവേ, പഞ്ചായത്ത് ഓഫീസ്. 17 പഞ്ചായത്ത് റോഡ്, സ്കൂൾ, റിവർ, നാഷണൽ ഹൈവേ, പ്ലേ ഗ്രൗണ്ട്. ഇതൊക്കെയാണ്. എക്സാമിൻ ദ മാപ്പ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ്. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് സവിശേഷതകൾ കണ്ടെത്തൂ. അപ്പോൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഭൂപടം പരിശോധിച്ച് എന്തൊക്കെ സവിശേഷതകളുണ്ട് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രൂ കേരള എക്സാമിൻ ദ മാപ്പ് ഗിവൺ ബിലോ. കേരളത്തിലൂടെ, കണ്ടില്ലേ, കേരളത്തിൻ്റെ ഭൂപടമാണ് തന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ചില കാര്യങ്ങളാണ് ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എയർപോർട്ട്, സീ പോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്റ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് റെയിൽവേ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ദ അറേബ്യൻ സീ. കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാം, എവിടെയാണ്? വെസ്റ്റ്, പടിഞ്ഞാറാണ് അറബിക്കടലുള്ളത്. നെയിം ദ ഡിസ്ട്രിക്റ്റ് അറ്റ് ദ സദേൺ എൻഡ് ഓഫ് കേരള. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത്? തിരുവനന്തപുരം. നമ്മുടെ കേരളത്തിൻ്റെ മാപ്പിൽ ഏറ്റവും താഴെ കിടക്കുന്നത്, അതായത് സൗത്ത് പാർട്ടിൽ കിടക്കുന്നത് തിരുവനന്തപുരമാണ്. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് എയർപോർട്ട്സ്. എയർപോർട്ട് ഉള്ളത് ഏതൊക്കെ ജില്ലയിലാണ്? കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, ഇവിടെയൊക്കെയാണ് വിമാനത്താവളമുള്ളത്. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് സീ പോർട്ട്സ്. തുറമുഖങ്ങൾ ഉള്ളത്, സീ പോർട്ട്സ് ഉള്ളത് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ്. റെയിൽവേ ലൈൻസ്, റെയിൽവേ പാത ഇല്ലാത്തത് ഏത് ഡിസ്ട്രിക്ട്സിലാണ്?
വയനാട്, ഇടുക്കി. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാടു? തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നത് ഏത് ഡിസ്ട്രിക്ട്സ് ആണ്? മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോർസ്? കടൽ തീരങ്ങളുള്ളത് ഏതൊക്കെ ജില്ലയ്ക്കാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. 14 ജില്ലകളിൽ 9 ജില്ലകൾക്കും കടൽ തീരമുണ്ട്. പ്രിപ്പയർ എ ഹാൻഡ് റിട്ടൺ മാഗസിൻ അബൌട്ട് കേരള ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്. ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഹാൻഡ് റിട്ടൺ മാഗസിൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് ഓഫ് കേരള. കേരള ഈസ് എ ലാൻഡ് വിത്ത് പ്ലൻറ്റി ഓഫ് പാഡി ഫീൽഡ്സ്, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്സ്. They enhance the charm of our state. കേരളത്തിലെ നദികൾ. ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് കേരളം. ഇവ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഒരുപാട് വയലുകളും അരുവികളും കായലുകളും നദികളും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ ആ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ ഇതിനൊക്കെ പ്രധാന പങ്കുണ്ട്. There are 44 rivers in Kerala. 41 rivers flow towards the west and 3 rivers flow to the east. കേരളത്തിൽ 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. Using the map given in the next page, find out the rivers that flow to the east and the districts from which they originate. Why do most of the rivers flow towards the west? Discuss. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തൂ. കൂടുതൽ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ. അപ്പോൾ കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ഇനി കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നവയാണ് 41 നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 41 നദികളുടെ പേരും നോക്കണം. അതുപോലെ തന്നെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുടെ പേരും നോക്കി വയ്ക്കണം. നിങ്ങളുടെ നാട്ടിലൂടെ ഇതിലേതെങ്കിലും ഒന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ അത് പറയണം. ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. കണ്ടില്ലേ, 41 നദികളുടെ പേരുണ്ട്. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വയനാട്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി ഡിസ്ട്രിക്റ്റുകളിൽ നിന്നാണ്. ബാക്ക് വാട്ടേഴ്സ് ഓർ ലേക്സ്. There are 34 backwaters in Kerala. Among them, some are larger than others. Out of these, 27 are connected with the sea and the remaining 7 are inland backwaters. കായലുകൾ. കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. ശേഷിക്കുന്ന 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചില നദികളും കായലുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു മാപ്പ് നോക്കൂ. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്റ്റ് ബൗണ്ടറി, അതുപോലെ തന്നെ റിവേഴ്സും ലേക്കും ഒക്കെയാണ് തന്നിട്ടുള്ളത്. വിച്ച് ആർ ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ മോർ ദൻ വൺ ഡിസ്ട്രിക്റ്റ്? ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ? പമ്പയാർ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ. വിച്ച് ആർ ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ വൺ ഡിസ്ട്രിക്റ്റ് ഓൺലി? ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെ? കരമനയാർ, പാമ്പാർ, ഭവാനി, കബനി, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. ആർ ദർ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ റിവേഴ്സ് ആൻഡ് ലേക്സ്?
റിവേഴ്സ് നദികളും അതുപോലെ തന്നെ ലേക്സ് കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് റിവർ ഫ്ലോയിങ് അറ്റ് ലെങ്ത്, നീളത്തിൽ ഒഴുകുന്നതാണ് നദികൾ. ലേക്സ് സ്പ്രെഡ് വൈഡ് അക്രോസ് ആൻ ഏരിയ, അത് ഒരു ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. റിവർ ഈസ് എ ഫ്ലോയിങ് ബോഡി ഓഫ് വാട്ടർ, പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലേക്ക് ഈസ് എ സ്റ്റാൻഡിങ് ബോഡി ഓഫ് വാട്ടർ, ലേക്ക് എന്ന് പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. റിവർ കണക്ട് ടു എ ലാർജ് ബോഡി ഓഫ് വാട്ടർ, റിവർ ഒരുപാട് വാട്ടർ ബോഡീസുമായി കണക്റ്റഡ് ആണ്. എന്നാൽ ലേക്ക് ഡസ് നോട്ട് കണക്ട് ടു അനദർ ബോഡി ഓഫ് വാട്ടർ, മറ്റ് വാട്ടർ ബോഡീസുമായി ജലസ്രോതസ്സുമായി ബന്ധമില്ല. റിവേഴ്സ് ആർ നാച്ചുറൽ ബോഡീസ് ഓഫ് വാട്ടർ, നദി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായി ഉണ്ടാകുന്നതാണ്. ലേക്സ് ക്യാൻ ബി ഐദർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ, എന്നാൽ ലേക്ക് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അത് ഉണ്ടാവും. റിവേഴ്സ് ആർ ഫൗണ്ട് ഓൺ എവരി കോണ്ടിനെൻറ്റ് ആൻഡ് നിയർലി എവരി ടൈപ്പ് ഓഫ് ലാൻഡ്, ഏത് തരത്തിലുള്ള ലാൻഡിലും റിവേഴ്സ് ഉണ്ടായിരിക്കും. ലേക്സ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ ദ നോർത്തേൺ ഹാഫ് ഓഫ് ദ വേൾഡ്, എന്നാൽ ലേക്സ് പ്രധാനമായും നോർത്തേൺ ഹാഫിലാണ് കാണപ്പെടുന്നത് ലോകത്തിൻ്റെ. ലെറ്റ്സ് അസസ്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. വിലയിരുത്താം, ചിത്രം നിരീക്ഷിച്ച് ഏറ്റവും ഉചിതമായതിന് ടിക്ക് അടയാളമിടുക. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോളേജ്, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് മോൾ, ഹോട്ടൽ, പാർക്ക്, മ്യൂസിയം, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കോളേജ് ഇസ് ദ മ്യൂസിയം സിറ്റുവേറ്റഡ്, കോളേജിൻ്റെ ഏത് ഭാഗത്താണ് മ്യൂസിയം ഉള്ളത്? സൗത്ത് ഈസ്റ്റ് സൗത്ത്. സൗത്ത് കറക്റ്റ് അല്ല അല്ലേ, ഒരു കോർണറിലാണ്, അപ്പോൾ സൗത്ത് ഈസ്റ്റ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പാർക്ക് ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്. അടുത്തത്, പാർക്കിൻ്റെ ഏത് ദിശയിലാണ് കുളം? വടക്ക്, വടക്ക് കിഴക്ക്. ഓപ്ഷൻ തന്നിരിക്കുന്നത് നോർത്ത്, നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ എവിടെയാണ് പോണ്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്ത് ഈസ്റ്റിലാണ്. കണ്ടില്ലേ, വടക്ക് കിഴക്കായിട്ടാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഈസ് ദ കോളേജ് സിറ്റുവേറ്റഡ്? നോർത്ത്, നോർത്ത് വെസ്റ്റ്. പോലീസ് സ്റ്റേഷൻ്റെ ഏത് ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് വെസ്റ്റിലാണ് അല്ലേ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വെൻ എ പേഴ്സൺ ഈസ് ലുക്കിംഗ് അറ്റ് എ മാപ്പ്, to which direction on the map does his right side point to? East, west, south, north. ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിൻ്റെ വലതുവശം ഭൂപടത്തിലെ ഏത് ദിക്കിന് നേരെയായിരിക്കും? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ ഒരു ഭൂപടത്തെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ വലതുവശം ഭൂപടത്തിലെ ഏത് ദിക്കിന് നേരെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസ്റ്റ്, കിഴക്ക്. ഹൗ മെനി അതർ സ്കൂൾസ് ആർ ദർ ഇൻ ദ ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്? നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട്? ലിയ ഈസ് ട്രാവലിംഗ് വിത്ത് ഹെർ ഫാമിലി ഫ്രം തിരുവനന്തപുരം ടു കോഴിക്കോട് ബൈ ട്രെയിൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ആർ ദേ ട്രാവലിംഗ്? ലിയ അവളുടെ ഫാമിലിയുമായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഏത് ഡയറക്ഷനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിൻ്റെ താഴെ ഭാഗത്തുള്ളതാണ്, അപ്പോൾ സൗത്ത് അല്ലേ. അപ്പോൾ സൗത്തിൽ നിന്നും നോർത്തിലോട്ടാണ് പോകുന്നത്. തെക്ക് ഭാഗത്ത് നിന്നും വടക്കോട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. Extended activities. Collect the map of your Grama Panchayat and mark public institutions, playgrounds, main roads, rivers, railway lines, agricultural lands, forest areas and the like. തുടർ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം ശേഖരിച്ച് പൊതുസ്ഥാപനങ്ങൾ, കളിസ്ഥലങ്ങൾ, പ്രധാന റോഡുകൾ, പുഴകൾ, റെയിൽപാളങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, വനപ്രദേശങ്ങൾ തുടങ്ങിയവ അടയാളപ്പെടുത്തുക. Second question, find out the major rivers and lakes in your district and mark them on the map. നിങ്ങളുടെ ജില്ലയിലെ പ്രധാന നദികൾ, കായലുകൾ എന്നിവ കണ്ടെത്തി ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. Okay dears, study well and see you in next class. Thank you.